എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ടയും സബോളയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 5 പുഴുങ്ങിയ കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വെള്ളം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. മഞ്ഞ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട, 2-3 കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 3 മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരുന്ന അത്രയും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. കണ്ടതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ 2 കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയുടെ വെള്ളയൊക്കെ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒന്ന് ഹാർഡായിട്ട് വരും. ഒരു 3 മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ലൂസായിട്ട് ഈ മുട്ടയുടെ വെള്ളയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ വെള്ളയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോയില്ല. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർക്കണം നിർബന്ധമില്ല. ഇതില്ലെങ്കിൽ മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിരസത്തിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്